ആനിമെ ഹിസ്റ്ററിയിൽ ഈ രണ്ട് വാക്കുകൾ ഉണ്ടാക്കിയ ഓളം അത് വേറെ തന്നെയാണ്. ഒന്ന് ജാൻപാക്ടോയുടെ ട്രസ്റ്റിൽ നിന്നാണ് വരുന്നത്, എന്നാൽ അടുത്തത് മനസ്സിന്റെ ടെററിൽ നിന്നും. ഇതിൽ യഥാർത്ഥ ഗെയിം ചേഞ്ചർ ആരാണ്? ബാങ്കായി ആണോ അതോ റിയോയ്ക്കി തെങ്കായി ആണോ? നമുക്കൊരു കാര്യം അംഗീകരിച്ചേ പറ്റൂ, റിയോയ്ക്കി തെങ്കായിക്ക് വേണ്ടിയിട്ടുള്ള വഴി ഒരുക്കി കൊടുത്തത് ബാങ്കായി ആണ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം അറിയാൻ ഫോളോ ചെയ്യാനും മറക്കണ്ട. എന്റെ സപ്പോർട്ട് എപ്പോഴും ബാങ്കായിക്ക് ആയിരിക്കും, കാരണം ഇതൊരു ഷുവർ കിൽ മൂവ് ആണ്. ഒരു സോൾ റീപ്പർ തന്റെ ബാങ്കായി പുറത്തെടുക്കുന്നത് തന്നെ അവന്റെ ഫൈറ്റ് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബാങ്കായി ഒരു ആയുധമല്ല, എന്നാൽ യൂസറിന്റെ ഒളിഞ്ഞിരുന്ന പേഴ്സണാലിറ്റി കാണിക്കുന്ന ഒരു കണ്ണാടി കൂടെയാണ്. അതിന് യാമമോട്ടോയുടെ തീ ആവട്ടെ അല്ലെങ്കിൽ ബിയാക്കുയോയുടെ കാംനെസ് ആവട്ടെ, ഇത് കുറെ വർഷങ്ങൾ പരിശ്രമിച്ച ഫിനിഷർ മൂവ് ആണ്. നോ ഗെയിം, ജസ്റ്റ് ദി എൻഡ്. പക്ഷേ ഡൊമൈൻ എക്സ്പാൻഷൻ അല്ലെങ്കിൽ റിയോയ്ക്കി തെങ്കയുടെ കാര്യമേ വേറെയാണ്. ഡൊമൈൻ തുറന്നു കഴിഞ്ഞാൽ ഫൈറ്റ്സ് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിക്കൊണ്ടിരിക്കും, കാരണം ഇവിടെ കൗണ്ടേഴ്സും സ്ട്രാറ്റജീസിന്റെയും ഗെയിമാണ് തുടങ്ങുന്നത്. ഡൊമൈൻ എക്സ്പാൻഷൻ ഒരു ആബ്സലൂട്ട് അതോറിറ്റിയാണ്. ഇവിടെ യൂസർ ഫിസിക്സിന്റെ ലോസുമായിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഒരു ബാഡാസ് ഫാക്ടർ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിമ്പിൾ ഫൈറ്റിനെ പോലും ഡേഞ്ചറസ് ആൻഡ് സൈക്കോളജിക്കൽ ബാറ്റിലായി മാറ്റും. ഇവിടെ ബാങ്കായി ഒറ്റയടിക്ക് ഫൈറ്റ്സിനെ തീർക്കാൻ പറ്റുന്ന ഒരു ഐക്കോണിക് ലെഗസിയാണ്. അതേസമയം ഫൈറ്റ്സിനെ എല്ലാം കോംപ്ലക്സ് ആക്കുന്ന ഒരു എവല്യൂഷൻ ആണ് ഡൊമൈൻ എക്സ്പാൻഷൻ. ഒരിടത്ത് ഓൾഡ് സ്കൂൾ റെസ്പെക്ട് ആണെങ്കിൽ മറ്റൊരിടത്ത് മോഡേൺ മാസ്റ്ററി ആണ്. നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ ഇഷ്ടം? OG ബാങ്കായി ആണോ അതോ ന്യൂജൻ റിയോയ്ക്കി തെങ്കായി ആണോ? കമന്റ്സിൽ എന്തായാലും ഷെയർ ചെയ്യുക.